10 വർഷമായി വീടാന്ന് പറഞ്ഞ അന്തസ്, 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഒരു പുറത്തൊരാള് ഇവിടെ ക്യാമറയോ ഇന്റർവ്യൂയോ ഒന്നും വേണ്ട, ഒരപ്പുറത്തെ അയൽ വീട്ടിൽ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടയിൽ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഇവിടെ ഓക്കെ. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡള്ളായി. വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ രേണു സുധിയുടെ വീടിനെ ചൊല്ലിയുമുള്ള വാക്ക് തർക്കങ്ങൾ ലൈംലൈറ്റിൽ വീണ്ടും നിറയുകയാണ് സുഹൃത്തുക്കളെ. ഇത്തവണ ഈ പ്രശ്നം വീണ്ടും കുത്തുപൊക്കിയത് മറ്റാരുമല്ല, നമ്മുടെ ശാരിക ചേച്ചി തന്നെയാണ്. 2 ദിവസം മുമ്പ് ശാരിക ചേച്ചി ഈ പറഞ്ഞ രേണുവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതല്ലേ, രണ്ടുപേരും ഒരുമിച്ച് ബിഗ് ബോസിൽ മത്സരിച്ചതല്ലേ, അപ്പൊ ആ ബന്ധം ഒന്നും പുതുക്കി കളയാം. അതിന്റെ കൂട്ടത്തിൽ രേണുവിന്റെ ഒരു ഇന്റർവ്യൂ എടുത്ത് തന്റെ ചാനൽ അപ്ലോഡ് ചെയ്ത് കളയാം എന്നൊരു ഉദ്ദേശവും ശാരികക്ക് ഉണ്ടായിരുന്നു. എന്തായാലും രേണുവിന് ഇന്റർവ്യൂ എടുക്കുന്നതിനിടയിൽ ശാരിക ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുന്നുണ്ട്. രേണുവിന്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. താൻ രേണുവിന്റെ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ പുറത്ത് നോക്കിയപ്പോൾ താൻ എന്താണ് കണ്ടത് എന്നുള്ള രീതിയിലാണ് ശാരിക അവിടെ സംസാരിച്ച് വെക്കുന്നത്. ശാരിക ഈ സംസാരിക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് താൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 8 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കാണുകയും ചെയ്തു. എന്തായാലും ശാരിക പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. നമുക്ക് എന്തായാലും ശാരിക എന്താണ് പറഞ്ഞതെന്നുള്ളതൊന്ന് കണ്ടുനോക്കാം. 10 വർഷമായി വീടാന്ന് പറഞ്ഞ അന്തസ്, 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഇത് ഞാൻ ഇപ്പൊ ആരോടും രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങൾ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ്, ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് പുറത്തൊരാൾ ഇവിടെ ക്യാമറയോ ഇന്റർവ്യൂയോ ഒന്നും വേണ്ട, ഒരപ്പുറത്തെ അയൽ വീട്ടിൽ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടയിൽ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഇവിടെ ഓക്കെ. ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ്. പിന്നെ മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ സുധിച്ചേട്ടന്റെ വൈഫാണ്. പിന്നെ അവര് അന്തസ്സായിട്ട് പണി, അവരൊരു കലാകാരിയാണ്. ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ചത് സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവർ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല, അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരത്തിൽ സാധനങ്ങൾ ഇവിടെ കമത്തുന്നില്ല. അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച 2 ആഴ്ചയോളം ദുബായി പോയ ഒരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്? അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ 4 മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്കൂർ പോലും 7 മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സ്റ്റാറ്റസ് ഇടുന്നോണ്ടല്ല അപ്ഡേഷൻ അറിയില്ല. അവര് ട്രാവലിംഗിലാണ്. നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ, ഞാൻ പോലും കിടന്ന് ഉറങ്ങുമ്പോൾ അവര് ട്രാവലിംഗിലാണ്. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, അയ്യോ രേണുസുതി വേറെ പോയോ, രേണുസുതി ഖത്തറിൽ പോയോ. ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതായിട്ട് എനിക്കത് പറയാതെ അവരോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസാക്ഷിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതികേടായി പോയി, എന്റെ ചാനൽ ഞാൻ ചെയ്തില്ലെങ്കിൽ. ഓക്കെ, രേണുവിന് വീടുണ്ടാക്കി കൊടുത്ത ആൾക്കാരെ വിമർശിച്ചുകൊണ്ടാണ് ഇവിടെ ശാരിക സംസാരിക്കുന്നത് അല്ലേ. അതിന്റെ ഇടയിൽ കൂടെ രേണുവിനെ കിടന്ന് പൊക്കുന്നുമുണ്ട്, അത് വേറെ കാര്യം. അത് പിന്നെ സുഹൃത്തായതുകൊണ്ട് ചുമ്മാ ഒന്ന് പൊക്കി വിട്ടതാണെന്ന് കരുതാം. എന്തായാലും ശാരിക എന്താണ് രേണുവിന് വീടുണ്ടാക്കി കൊടുത്ത ആളുകളെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്? രേണുവിന് ഉണ്ടാക്കി കൊടുത്ത ഈ വീട് ഏകദേശം ഉണ്ടാക്കി കൊടുത്തിട്ട് ആകെ 1.5 വർഷം എങ്ങാനും ആയിട്ടുള്ളൂ അല്ലേ. അങ്ങനെയുള്ള ഈ വീട് പുറമെ നിന്നും ഒരാൾ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഫുള്ളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടാണിത്. വളരെ പഴക്കമേറിയ വീടാണെന്ന് ആരും പുറത്തുനിന്ന് നോക്കിയാൽ പറയത്തുള്ളൂ. ഇതൊരു 10 വർഷം കഴിഞ്ഞ വീടാണെങ്കിൽ പിന്നെയും ആളുകൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ 1.5 വർഷം കഴിഞ്ഞൊരു വീട് ഇങ്ങനെ ആവുകയാണെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്തവന്റെ കുഴപ്പമല്ലേ എന്നുള്ള രീതിയിലാണ് ശാരിക ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആരും അവിടെ രേണുവിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് ശാരിക സംസാരിച്ച് വെക്കുന്നത്. ഇവിടെ എത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ശാരികയോട് പറയാനുള്ളത്, ഏതൊരു വീടാണെങ്കിലും എത്ര നല്ല മെറ്റീരിയൽ വെച്ച് ആ വീട് പണിത് കൊടുത്താലും പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അതിന് നമുക്ക് പൂർണ്ണമായും രേണുവിന് വീട് വെച്ച് കൊടുത്തവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറെയൊക്കെ രേണുവിന്റെ ഭാഗത്തൊന്നും തെറ്റുണ്ട്. മര്യാദക്ക് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ ഏത് വീടും 1 വർഷം കൊണ്ട് 10 വർഷത്തിന് പഴക്കം വരും. ഇനി ശാരിക പറഞ്ഞ പോലെ തന്നെ ലോ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച് മോശം വീടുണ്ടാക്കി കൊടുത്ത് രേണുവിനെ അവർ പറ്റിച്ചു എന്ന് തന്നെ കരുതാം. അങ്ങനെ സംഭവിച്ചാലും വീടിനൊരു പ്രശ്നം വരുമ്പോൾ രേണു ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വീടുണ്ടാക്കി കൊടുത്ത ബിൽഡേഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കണം അല്ലെ, അവരോട് കാര്യം പറയണം. രേണു അത് ചെയ്തോ? പകരം രേണു ചെയ്തെന്താണ്? നാട്ടിലുള്ള സകലമാന ഓൺലൈൻ മീഡിയക്കാരെയും വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് സൂത്രത്തിൽ ഓരോ ചോദ്യങ്ങൾ ചോദിപ്പിച്ച് തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ അവരോട് അങ്ങ് തുറന്നു പറഞ്ഞു. വീട് ചോർച്ചയാണ്, വീടിന്റെ അവിടെ പൊട്ടുണ്ട്, ഇവിടെ പൊട്ടുണ്ട്, മതിൽ പൊളിഞ്ഞു കിടക്കുകയാണെന്നൊക്കെ അവരോട് അങ്ങ് വിളിച്ചു പറഞ്ഞു. അവരത് എക്സ്ക്ലൂസീവായി പുറത്തു വിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായി മാറി. ഇതിന് ആവശ്യം എന്തായിരുന്നു രേണു? ശരിക്കും അതിനൊന്നും യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. അതിന് പകരം രേണു ചെയ്യേണ്ടത് എന്തായിരുന്നു? വീടുണ്ടാക്കി തന്ന ആൾക്കാരെ വിളിച്ച് വിവരം അറിയിക്കുക. ഇനി എന്നെ പ്രശ്നങ്ങളൊക്കെ വീടിന് വരുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്തു തരണം എന്ന് അവരെ വിളിച്ച് കാര്യം അറിയിക്കുക. എന്നിട്ടും അവർ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഓൺലൈൻ മീഡിയയെ വിളിച്ച് കാര്യം ഓൺലൈൻ മീഡിയയോട് അവതരിപ്പിച്ചോളൂ. അതിൽ കുറച്ച് അന്തസ്സുണ്ട്. ഇത് വീടിന് എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോഴേക്കും അപ്പോൾ ഓൺലൈൻ മീഡിയനെ വിളിച്ചിട്ട് കാര്യം അവതരിപ്പിക്കാം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രശ്നം കൂടുതൽ വഷളായത്. ഇവിടെ കുറെയൊക്കെ തെറ്റി രേണുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. എന്തായാലും ശാരികയുടെ വീഡിയോ വൈറലായതോടെ രേണുവിന് വീട് വെച്ച് കൊടുത്ത ഫിറോസ് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പുള്ളിക്കാരന് പറയാൻ എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഹായ് ഗൈസ്,
നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് എന്നോ വിട്ട കാര്യമാണ്. പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത്. അത് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. മുൻപ് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും, ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും അറിയില്ല. രേണുവിൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ, അതേപോലെ ബിഗ് ബോസ്, ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെന്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് പറ്റി? എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത്. പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി, ഒരു 10 ആളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി. അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം. പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം. ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം, മിത്രങ്ങൾക്ക് ഇത് കേട്ട് ഒരു പക്ഷേ സഹതപിക്കാം. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡള്ളായി. വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ചാർജ് തന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു. അതിൽ അവർ വിജയിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെയും കുടുംബത്തിനെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഉണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ രേണുസുതി താങ്കളുടെ കഞ്ഞിയിൽ പാറ്റ ഇട്ടു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഫിറോസ് സംസാരിച്ചു വെക്കുന്നത് അല്ലെ? പുള്ളിക്കാരന്റെ സങ്കടം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഫിറോസിന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കത്തുള്ളൂ. കാരണം അവരെത്രയും നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തു കൊടുത്തൊരു കാര്യമായിരുന്നു രേണുസുതിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. അത് എങ്ങനെയൊക്കെ തിരിച്ചു കൊത്തുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല. അപ്പൊ അവർക്ക് വീട് വെച്ച് കൊടുത്തത് കാരണം പുതിയ വർക്കൊന്നും വരാതെ ചൊറിയും കൊത്തിയിരിക്കേണ്ട അവസ്ഥയായവർക്ക്. കാരണം ആളുകൾക്ക് ഇവരുള്ള ട്രസ്റ്റ് കുറഞ്ഞു. രേണുസുതിക്ക് ഉണ്ടാക്കി കൊടുത്ത വീടാണെങ്കിൽ അവിടെ എവിടെയും പൊളിയാൻ തുടങ്ങിയല്ലേ. എന്തായാലും ആളുകൾ ഇവർ വിശ്വസിക്കുന്നത് കുറയും. എന്തൊക്കെയായാലും ഫിറോസ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, ഇതെല്ലാം അവസാനിപ്പിച്ച കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിൽ. ഫിറോസ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണക്കാരി ശാരിക തന്നെയാണ്. ശാരിക ഈ പ്രശ്നം വീണ്ടും എടുത്തിട്ടതുകൊണ്ടാണ് ഫിറോസിന് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. എന്തായാലും ഇവിടെ എങ്ങനെയൊക്കെ കൂട്ടി കഴിച്ച് നോക്കിയാലും നഷ്ടം ഇവിടെ ഫിറോസിനും ഫിറോസുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. അതിനി എത്രയൊക്കെ അവർ ചീത്ത പറഞ്ഞാലും അത് അങ്ങനെ അല്ലാതാവുന്നില്ല. ഇനി രേണുസുതിനോട് പറയാനുള്ളത്, ഇപ്പൊ ബിഗ് ബോസ് കാരണം വളരെ പോസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ രേണുസുതി. ഇപ്പൊ ഭയങ്കര തിരക്കാണ് രേണുവിന്, ഫുള്ളും വിദേശയാത്രകളും മറ്റുമൊക്കെയാണ്. മാത്രമല്ല രേണുവിനെ പണ്ടൊക്കെ എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരാൻ തുടങ്ങി. എന്തുകൊണ്ട് രേണു ഇപ്പൊ ജീവിതത്തിൽ പോസിറ്റീവായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും രേണു പണ്ട് പറഞ്ഞതും ചെയ്തതും വെച്ചുള്ള കാര്യങ്ങൾ കാരണം ഇപ്പൊ പലരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ഫിറോസ്. എന്തായാലും കഴിഞ്ഞു, അവർക്കുള്ള നഷ്ടം അത് അവർ തന്നെ സഹിക്കേണ്ടി വരും. ഇനി രേണുവിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇനി വായ തോന്നിയ കാര്യങ്ങളൊന്നും ഓൺലൈൻ മീഡിയാസിനോടും ഇന്റർവ്യൂവിനോടും വിളിച്ച് പറയാതിരിക്കുക. പ്രത്യേകിച്ച് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്ത് തന്നാണെങ്കിൽ അവരെ കുറിച്ച് നല്ലതും പറയണ്ട, മോശം പറയണ്ട. പണ്ട് ഇങ്ങനെ രേണു ഓരോന്നും വിളിച്ച് പറഞ്ഞതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്താ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.